ഇത് എന്തോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ് ഈ യുദ്ധമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ യുദ്ധമെന്നാണ് ആ വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ റിസ്കി ഓപ്പറേഷൻ ഏകദേശം 400 കിലോമീറ്റർ അകത്ത്, ഇറാൻ്റെ അകത്ത് വല്ലാത്ത ദുർഘടം പിടിച്ച ഡിഫിക്കൽട്ട് ടെറൈൻ, അതായത് പർവ്വതവും മേഘവും ഒക്കെ ഉണ്ട്. അതായത് കടലിൽ അവിടുന്ന് ഏകദേശം 7000 മീറ്റർ ഉയരത്തിൽ അവിടെ വെച്ചാണ് ഈ പറയുന്ന കേണൽ, ഈ വെപ്പൺ ഓഫീസറെ കണ്ടുകിട്ടുന്നത്. കാരണം റേഡിയോ മെസ്സേജിൽ കൂടെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ, വൈറ്റ് ഹൗസിൻ്റെ, അഡ്മിനിസ്ട്രേഷൻ്റെ തീരുമാനമാണ്. നമ്മൾ ലോകം മുഴുവനും ഒരു സിനിമാറ്റിക് രീതിയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഇത് അടുത്ത ഹോളിവുഡ് ചിത്രം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം വലിയ കണ്ടന്റ് ഈ സംഭവം ഒറിജിനലായിട്ടുണ്ടായ സംഭവമാണ്. നമ്മൾ സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ ഒരു സിനിമയുണ്ട്, നിങ്ങൾ പറ്റുവാണെങ്കിൽ സിനിമയുടെ അതെവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും അവൈലബിൾ ആണ്. സേവ് ദ പ്രൈവറ്റ് റയാൻ എന്ന് പറഞ്ഞൊരു ഒരു ഒരു വേൾഡ് ഓസ്കാറൊക്കെ കിട്ടിയൊരു സിനിമയുണ്ട്. എങ്ങനെയാണ് അവർ ഈ റയാനെ രക്ഷപ്പെടുത്തുന്നത്, അതായത് അവരുടെ ഫാമിലി ഒരു മെമ്പറാണ്. അയാൾ എങ്ങനെയാണ് അമേരിക്കൻ സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സ്, അതായത് ജർമ്മനിയും ഫ്രാൻസുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുകയാണ് ഫ്രാൻസിനെ ഇൻഡിപെൻഡൻറ്റ് ചെയ്യാൻ, ഫ്രീ ആക്കാൻ വേണ്ടി. അതായത് ഇതേപോലൊരു ഓപ്പറേഷനാണ് അവിടെ നടത്തിയേക്കുന്നത്. അതായത് കടലിൽ കൂടെ വന്നിട്ട് അവർ ഫ്രാൻസിലോട്ടും ജർമ്മനിയിലോട്ടും കയറുകയാണ്. എന്നിട്ട് ഈ പ്രൈവറ്റ് റയാൻ, അതായത് റയാൻ എന്ന് പറയുന്ന പട്ടാളക്കാരനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്, ഇതാണ് ആ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ സിനിമ പറ്റുവാണെങ്കിൽ എടുത്ത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഈ അമേരിക്കൻ സ്പെഷ്യൽ ഓഫീസേഴ്സ്, സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സും അവരുടെ നേവി സീൽസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത്ര ടഫായിട്ടുള്ള ട്രെയിനിങ്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കൻ പട്ടാളത്തിലുണ്ട്, മലയാളിയാണ്, ചാലക്കുടിക്കാരൻ വിക്ടർ. അപ്പോൾ വിക്ടർ ബേസിക്കലി അമേരിക്കൻ പട്ടാളത്തിൻ്റെ വെറ്ററനാണ്. അപ്പോൾ ആ വെറ്ററൻ ഈ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് പലയിടത്തും ഇവരുടെ ക്യാമ്പുകളിൽ, ഇവരുടെ വെസ്റ്റ് പോയിന്റ് എന്നൊക്കെ പറയുന്ന ട്രെയിനിങ് ക്യാമ്പുകളിലൊക്കെ പോയി കാണിച്ചു തന്നിട്ടുണ്ട് ഇവരെങ്ങനെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ഇവരുടെ അവരുടെ മറീൻസ് ആണെങ്കിലും ഈ നേവി സീൽസ് എന്നൊക്കെ പറയുന്ന നേവി സീൽസിൻ്റെ 6th കമാൻഡോ വിങ് ആണ് ഈ ഓപ്പറേഷൻ അവർ ഏറ്റെടുക്കുന്നത്.